ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോണമിക് ഡാറ്റയാണ് ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ. ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ നവംബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 5.48% നിന്നും 5.22% ഇടിഞ്ഞു. മന്ത് ടു മന്ത്, അതായത് നവംബർ മാസത്തിൽ നിന്നും ഡിസംബർ മാസത്തിലേക്ക് എത്തിയപ്പോൾ ഇൻഫ്ലേഷനിൽ ഇടിവ് വന്നു. മാർക്കറ്റ് 5.3% ഇൻഫ്ലേഷനാണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ചെയ്തത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതേസമയം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഇപ്പോഴും RBIയുടെ അപ്പർ ലെവലായ 4% മുകളിലാണ് എന്നുള്ളത് ഒരു കൺസേൺ തന്നെയാണ്. കൂടാതെ ഒക്ടോബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഫ്ലേഷൻ ഗ്രാജ്വലി റെഡ്യൂസ് ആകുന്നുമുണ്ട്. ഒക്ടോബർ മാസത്തിലായിരുന്നു കഴിഞ്ഞ 14 മാസത്തെ ഏറ്റവും ഉയർന്ന ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം നവംബർ മാസത്തിൽ ഇൻഫ്ലേഷൻ 5.48% ചുരുങ്ങുകയും ഇപ്പോൾ ഇൻഫ്ലേഷൻ 5.22% ചുരുങ്ങുകയും ചെയ്തു. ഇന്ത്യയുടെ ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഫ്ലേഷൻ 8.2% നിന്നും 7.6%, കോർ ഇൻഫ്ലേഷൻ 3.7% നിന്നും 3.6% കുറഞ്ഞിട്ടുണ്ട്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് HCL ടെക്നോളജി. HCL ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വേണം സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാൻ. ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് വരുന്നതിന് മുൻപേ മാർക്കറ്റ് അവറിൽ സ്റ്റോക്ക് 1% ഇടിയുകയും ചെയ്തു. 5.3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂവേഷൻ 31.86, 52 വീക്ക് ഹൈ 2012, 52 വീക്കിലോ 1235. സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ 9 വർഷത്തെ HCL ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രത്യേകിച്ചും ക്വാർട്ടർ 3ലെ റിസൾട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും മോശം റിസൾട്ടാണ് HCL ടെക്നോളജി ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. കമ്പനിയിൽ നിന്നും ഏകദേശം 30,000 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 30,000 കോടി രൂപയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചു. അവിടെ നിന്നും 30,000 കോടി രൂപയുടെ റവന്യൂ എന്ന എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. 29,890 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റവന്യൂവിൽ 5% വർധനവുണ്ടായിട്ടുണ്ട്. 28,446 കോടിയിൽ നിന്നും 29,890 കോടിയിലേക്ക് റവന്യൂ വർദ്ധിച്ചു. എന്നാൽ മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈൻ ആകാൻ സാധിച്ചില്ല. കമ്പനിയുടെ പ്രോഫിറ്റിൽ 5.5% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. 4,350 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 4,591 കോടിയിലേക്ക് എത്തി. എന്നാൽ 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 4.5-നും 5%-നും ഇടയിലേക്ക് നിജപ്പെടുത്തിയത് ഒരു പ്രധാന കൺസേണായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ റവന്യൂ ഗ്രോത്ത് ഡീസൻ്റ് ആണ്. 3.5%-ൽ നിന്നും 4%-ലേക്ക് റവന്യൂ ഗ്രോത്ത് ഉയർന്നിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 18 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. HCL ടെക്നോളജിയുടെ ടോട്ടൽ ഓർഡർ ബുക്കിലും അല്ലെങ്കിൽ കമ്പനിക്ക് ലഭിച്ച ഡീലുകളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ $2.2 ബില്യൺ ഡീൽ ലഭിച്ചെടുത്ത് ഇപ്പോൾ $2.1 ബില്യൺ ഡീലാണ് ലഭിച്ചിരിക്കുന്നത്. HCL ടെക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും കറക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. 1850 സ്റ്റോക്കിൻ്റെ ഒന്നാമത്തെ സപ്പോർട്ടും സ്ട്രോങ് സപ്പോർട്ടുമാണ്. 1850 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 1750 ആയിരിക്കും HCL ടെക്നോളജിയുടെ പ്രധാന സപ്പോർട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.